ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ചെറിയ ഓർഡറാണ് കേട്ടോ. അത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താനാണ്. വേറെയും ഓർഡർ വന്ന് കിടപ്പുണ്ട്. അതിൻ്റെ ഡീലിങ്സ് ഒന്നും അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് അതിന്ന് രാവിലെ വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതിനിപ്പോൾ നാളെയാണ് അയക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് 2 കിലോ ബേസാണ് കേട്ടോ. സെക്കൻഡ് ക്വാളിറ്റി ബേസും അത് കിറ്റായിട്ടാണ് കേട്ടോ. അലോവേരയുടെ ഫ്രാഗ്രൻസ്, പിന്നെ അതൊരാൾക്കാണ്. ഇത് വേറൊരാൾക്ക് 10 ലിപ് ബാം, ഇത് വേറൊരാൾക്ക് ഐമാസ് ഓർഗാനിക്സിൻ്റെ ഹെയർ ഓയിൽ, പിന്നെ ഇത് നമ്മുടെ കുക്കുംബർ സോപ്പ്, പിന്നെ അത് വേറൊരു കസ്റ്റമർക്ക്, പിന്നെ വേറൊരു കസ്റ്റമർക്കാണിത് ഫേസ് ബ്രൈറ്റനിങ് ഓയിൽ. മുഖത്തെ ചുളിവുകളൊക്കെ മാറാനായിട്ട് ഡെയിലി കുളിക്കുന്നതിന് മുമ്പായിട്ട് ഫേസ് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. മുഖത്തിന് നല്ല കളർ കിട്ടാനും റിങ്കിൾസും ഫൈൻ ലൈൻസൊക്കെ മാറിക്കിട്ടാനും പിഗ്മെൻറ്റേഷനൊക്കെ മാറിക്കിട്ടാനൊക്കെ ആയിട്ടുള്ള ഒരു ഫേസ് ബ്രൈറ്റനിങ് ഓയിലാണ് ഇത്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് കയറി കാണാം, ആവശ്യമുള്ളവർക്ക് ഇത് കോണ്ടാക്റ്റ് ചെയ്യാം. പിന്നെ ഇത് നൈറ്റ് ക്രീമാണ് കേട്ടോ. ഫേസ് നല്ല നിറം വെക്കാനും ഒക്കെ ആയിട്ടുള്ള കുറേ ആയുർവേദ മരുന്നുകൾ ചേർത്തിട്ടുള്ള ഒരു നൈറ്റ് ക്രീമാണ്. അത് 2 എണ്ണം ഒരു കസ്റ്റമർക്ക്. ഇത് ഐമാസിൻ്റെ ഓർഗാനിക് ഫേസ് പാക്കാണ്. ഇത്രയും ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്തിട്ടുള്ള നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ. അപ്പോൾ മുഖക്കുരു ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് മുഖക്കുരൊക്കെ മാറി മുഖത്തെ പാടും പിഗ്മെൻറ്റേഷനൊക്കെ മാറാനും എല്ലാം നല്ലതാണ്. ഇപ്പം ഇത്രയും അധികം അഡ്വാൻറ്റേജസ് ഉണ്ട് കേട്ടോ ഇത് യൂസ് ചെയ്താൽ. അതൊരു കസ്റ്റമർക്ക്. ഇത് നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ഫേസ് പാക്ക്. പിന്നെ ഇത് ഞാൻ കൊടുക്കണ അലോവേര ജെല്ലാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇത് നമ്മുടെ ലിപ് ബാമിൻ്റെ കിറ്റ്, ഇത് ബീട്രൂട്ട് ഓയിൽ, അത് വേറൊരു കസ്റ്റമർക്ക്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എൻ്റെ ഒരു ഓർഡർ. ഇന്ന് രാവിലെ ഈ സമയമായപ്പോഴേക്കും ഉള്ള ഓർഡറാണ്. ഇനി വേറെ ഓർഡറുകൾ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഡീലിങ്സ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഞാനൊന്ന് തൃശ്ശൂർ വരെ പോവുകയാണ്. അപ്പം തൃശ്ശൂർ പോണത് എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ മോൻ്റെ ഫ്രണ്ട് ജർമ്മനിയിൽ നിന്ന് വന്നിട്ട് 2 മാസത്തോളമായി. അപ്പോൾ അവൻ്റെ അടുത്ത് ഇതുവരെയും പോകാൻ പറ്റിയില്ല. അവൻ്റെ വീട്ടിൽ അവൻ്റെ പപ്പയും മമ്മിയൊക്കെ ഇവിടെ വന്നതാണ്. പക്ഷേ അവിടെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിന്ന് 2ാം പെരുന്നാളൊക്കെ ആയിട്ട് ഞങ്ങളിന്ന് അങ്ങോട്ടേക്ക് ഒരു ചെറിയ യാത്രയൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. താങ്ക് യു.